ഹലോ ഓൾ, ജയ്സാൽമറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് നേരെ പോയത് ഡെസേർട്ട് ക്യാമ്പിലേക്കാണ്. അവിടെ ഓരോ ഡെസേർട്ട് ക്യാമ്പിലും ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ്, രാജസ്ഥാൻ്റെ തനത് കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അത് കാണാനാണ് ആദ്യം തന്നെ പോയത്. ഇപ്പോൾ ഓഫ് സീസൺ സ്റ്റാർട്ട് ചെയ്യാനായതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരുപാട് ക്യാമ്പുകളിൽ നിന്നുള്ള ആൾക്കാരെ ഒരുമിച്ച് ഒരു വലിയ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നായിരുന്നു പ്രോഗ്രാംസ്. അപ്പോൾ കയറി ചെല്ലുമ്പം തന്നെ നമുക്കൊരു വെൽക്കം ട്രീറ്റ് ലഭിക്കും. അതിന് ശേഷം ഒരു വെൽക്കം ഡ്രിങ്കും കുറച്ച് സ്നാക്സും ഒക്കെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ ഒരുപാട് രാജസ്ഥാനി കൾച്ചറൽ പ്രോഗ്രാംസ്, അതിൽ ഡാൻസ് ഉണ്ട്, കുറേ പാട്ടുകളുണ്ട്. ഞാൻ പോയ ക്യാമ്പിലൊക്കെ രാജസ്ഥാനി ഫാമിലീസാണ് പൊതുവെ കൂടുതൽ കണ്ടത്. രാജസ്ഥാൻ്റെ തന്നെ മറ്റ് ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. പിന്നെ അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് തന്നെ. സാധാരണഗതിയിൽ ചില ക്യാമ്പുകളിലൊക്കെ ടൂറിസ്റ്റ് വിദേശികൾക്ക് മാത്രമായിട്ട്, പുറത്തുനിന്ന് വരുന്ന വിദേശികൾക്ക് മാത്രമായിട്ടുള്ള ക്യാമ്പുകളും ഉണ്ടാവാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കണ്ട് അവിടുത്തെ ഭക്ഷണമാണ്. ഭക്ഷണം എന്ന് വെച്ചാൽ അവിടുത്തെ വെജ് ഐറ്റംസാണ്, അവിടുത്തെ ഒതൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് സെർവ് ചെയ്തത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നമ്മളൊരു താലി സെറ്റ് കഴിക്കും പോലെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അത് കൂടുതൽ പറയാനൊന്നുമില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡാണ് അവിടെ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് ആൾക്കാർ ഡാൻസും പരിപാടികളും ഒക്കെ ആയിട്ട് നിന്ന് ഞങ്ങൾ നേരെ ക്യാമ്പിലേക്ക് പോയി. ക്യാമ്പ് ഞങ്ങൾക്ക് അവിടെ സ്ഥലമില്ലാത്തതിനോട് തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് പോയി. പിന്നെ അവിടുന്ന് രാവിലെ എണീറ്റ് ഞാൻ തിരിച്ച് ജയ്സാൽമീർ ടൗണിലേക്ക് പോയി. ബാക്കി കാര്യങ്ങൾ ജയ്സാൽമീർ ടൗൺ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ ജയ്സാൽമീർ സിറ്റിയുടെ കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.